നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് തേൻ വെളുത്തുള്ളിയുടെ പ്രത്യേകമായ ഗുണങ്ങളെ പറ്റി പരിചയപ്പെടാം. അതായത് ഗാർലിക് ഡിപ്ഡ് ഇൻ ഹണി എന്ന് പറയും. ഇപ്പം ഒത്തിരി ബ്രാൻഡ്സ് ഒക്കെ ഇത് അവരവരുടെ പേരിൽ ഇറക്കിയിട്ടുണ്ട്. നമ്മൾക്കിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കണം എന്നൊന്നുമില്ല, നമുക്ക് തന്നെ ഏറ്റവും ഈസി ആയിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി ഉപയോഗിക്കാം. അതിൻ്റെ നല്ല ഗുണങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ഇനി പ്രത്യേകം ഒരു ഡയറ്റിൽ ഒരു പ്രത്യേക സ്ഥാനം ഇതിന് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പോൾ രോഗികളായിട്ട് ആൾക്കാർ ആരും ആയിക്കോട്ടെ, ഹെൽത്തിന് കുറച്ചും കൂടെ ഒരു പ്രാധാന്യവും അല്ലെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണം വേണം എന്നൊരു തോന്നലുണ്ടെങ്കിൽ തേൻ വെളുത്തുള്ളി തീർച്ചയായിട്ടും നിങ്ങളുടെ ഡയറ്റിൽ ഡെയിലി ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഓൾറെഡി നമുക്ക് എന്തുകൊണ്ട് തേൻ വെളുത്തുള്ളി എന്ന് ചോദിക്കും. കാരണം വെളുത്തുള്ളി തന്നെ കഴിച്ചാൽ പോലെ. അപ്പോൾ ഗാർലിക്ക് നമ്മൾ തന്നെ കഴിക്കുമ്പോൾ അതിനൊരു രൂക്ഷത ഉണ്ടാവും, അതിനൊരു സ്മെല്ലുണ്ടാവും, അത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ ഡെയിലി നമുക്ക് അങ്ങനെ കഴിക്കാൻ ബുദ്ധിമുട്ട്, റോ ആയിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടാവും. ചിലർക്ക് തൊണ്ടവേദന ഉണ്ടാവും, ചിലർക്ക് അസിഡിറ്റി കൂടും. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വെളുത്തുള്ളിയുടെ മുഴുവൻ ഗുണങ്ങൾ. അതുപോലെ ഹണി എന്ന് പറയുമ്പോൾ തേൻ എത്രമാത്രം ഗുണകരമാണ്, എത്ര ആൻറ്റി ഓക്സിഡൻസ് അല്ലെങ്കിൽ വിറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. തേൻ ശരിക്കും പറഞ്ഞ ഒരു സമ്പൂർണ്ണ ആഹാരം തന്നെയാണ്. ഒരു ടീസ്പൂൺ കഴിച്ചാൽ തന്നെ അത്രയേറെ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ കിട്ടും ഡെയിലി കഴിച്ചാൽ. അപ്പോൾ അതൊരു തേൻ വെളുത്തുള്ളിയുടെ രൂപത്തിൽ കഴിക്കുമ്പോൾ എന്തൊക്കെ ഗുണങ്ങൾ വരുന്നുവെന്ന് നമുക്ക് കാണാം. ആദ്യമേ തന്നെ ശരിക്കും സെക്ഷൽ ഹെൽത്തിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ നല്ലതാണ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സെക്ഷൽ ഹെൽത്തിന് വേണ്ടിയിട്ട്, ലൈംഗിക ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റും. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ ഉദ്ധാരണക്കുറവ് മൂലം പ്രശ്നം അനുഭവിക്കുന്ന പുരുഷന്മാർക്ക് ഇത് തേൻ വെളുത്തുള്ളി തീർച്ചയായിട്ടും ഉപയോഗിക്കാം. സ്പേം കൗണ്ട് കൂടാൻ, ഇപ്പം നമ്മൾ ബീജത്തിൻ്റെ കൗണ്ട് കുറഞ്ഞിട്ട് അല്ലെങ്കിൽ മോട്ടിലിറ്റി കുറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മെഡിസിൻ്റെ കൂടെ തന്നെ തേൻ വെളുത്തുള്ളി കളിക്കുന്നത് നന്നായിരിക്കും. ഏത് മെഡിസിൻ ആയിക്കോട്ടെ നമ്മൾ ഫോളോ ചെയ്യുന്ന ഡയറ്റിൽ തേൻ വെളുത്തുള്ളി ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. അതുപോലെ തന്നെ പ്രീമച്ചുർ ഇജാക്കുലേഷൻ, ടൈം കുറവ്, ഈ ഒരു പ്രശ്നമുള്ളവർക്ക് നമുക്ക് തീർച്ചയായിട്ടും തേൻ വെളുത്തുള്ളി നല്ല ഗുണം ചെയ്യുന്നതാണ്. മെഡിസിൻ്റെ കൂടെയൊക്കെ തുടക്കമൊക്കെ ആണെങ്കിൽ ഈ ഒരു ഡയറ്റിൽ തന്നെ ഹോർമോൺസ് ഒക്കെ ശരിയായി, ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ശരിയായി ഈ സെക്ഷൽ പ്രോബ്ലങ്ങൾ മാറുന്നതാണ്. അതുപോലെ തന്നെ ഇത് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്. നമുക്കറിയാം തേനിൻ്റെ അകത്ത് വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇമ്മ്യൂണിറ്റി കൂട്ടും. അതുപോലെ തന്നെ വെളുത്തുള്ളിയും നല്ലതായിട്ട് നമ്മുടെ റെസ്പിറേറ്ററി ഹെൽത്തിന് നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു റെസ്പിറേറ്ററി ഇമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയാം. അതായത് നമ്മുടെ ശ്വാസകോശ സംബന്ധമായ എന്ത് അസുഖം പിടിപെട്ട ആൾക്കാരാണെങ്കിലും, അതായത് കഫം, ചുമയോട് കൂടിയ കഫം, അതുപോലെ തന്നെ നമുക്ക് ഡ്രൈ ആയിട്ടുള്ള കഫ്, അതുപോലെ കഫക്കെട്ടുണ്ടാവുക, ഒരു ശ്വാസം മുട്ടൽ പോലെ വരിക, ആസ്മ പോലെ വരിക, അലർജി ഉണ്ടാവുക, ഈ കാര്യങ്ങളിലൊക്കെ നമുക്ക് തേൻ വെളുത്തുള്ളി കഴിക്കുന്നത് നല്ലതാണ്. വിരകൃമി ശല്യം വലിയവരനുഭവിക്കുന്നുണ്ട്, കുട്ടികൾക്കും കൊടുക്കും. എന്നാലും വലിയ ആൾക്കാർക്ക് വിരശല്യം, കൃമിശല്യം ഒക്കെ ഉണ്ടെങ്കിൽ, എന്ത് മരുന്ന് കഴിച്ചിട്ടും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ തേൻ വെളുത്തുള്ളി ഗുണപ്രദമാണ്. ഇതൊരു കംപ്ലീറ്റ് ക്ലെൻസറാണ്. നമ്മുടെ ആ ഒരു ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിനെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നില്ല, ഗ്യാസ്, ബ്ലോട്ടിങ്, വയറുവേദന, ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ തേൻ വെളുത്തുള്ളി കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പൈൽസ് ഉള്ള ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം. വെരിക്കോസ് വെയിൻ ഉള്ള ആൾക്കാർക്കും വെരിക്കോസ് സീലുള്ള ആൾക്കാർക്കൊക്കെ ധൈര്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനും ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്ക് എന്തുകൊണ്ടും വെളുത്തുള്ളി നല്ലതാണെന്നറിയാം. ബാഡ് കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. BP കുറയ്ക്കാനും വെളുത്തുള്ളി നല്ലതാണെന്നറിയാം. അപ്പോൾ തേനും വെളുത്തുള്ളിയും ചേർത്താൽ നല്ലതാണ്. പിന്നെ ഡയബറ്റിസുകാർ ഒരു ഡൗട്ട് ചോദിക്കും, പ്രീ ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു 2 to 3 ടൈംസ് ഒന്നും കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡയബറ്റിസ് ഉണ്ടെങ്കിൽ ഡെയിലി കഴിക്കുന്നത് തീർച്ചയായിട്ടും ഒഴിവാക്കണം. തേൻ ഡയബറ്റീസിന് കാരണമാകുന്നില്ല, എന്നാൽ പോലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ നമുക്കിപ്പം കൂടണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു തേൻ വെളുത്തുള്ളി എന്ന് നമുക്കിനി കാണാം. നമുക്ക് വെളുത്തുള്ളി നന്നായിട്ട് അതിൻ്റെ തൊലി മാറ്റിയെടുക്കുക. നമുക്ക് വെളുത്തുള്ളിക്കകത്തോട്ട് തേൻ ഒഴിക്കുമ്പോൾ അത് നേരെ മുകളിൽ കിടന്നാൽ മതി, അത്രയും തേൻ മതി. അപ്പം അതിൻ്റെ ഒരു പ്രത്യേക ക്വാണ്ടിറ്റി പറയാനല്ല, ഒരു ഗ്ലാസ് ജാറിലാണ് ഇത് ഇടേണ്ടത്. അതുപോലെ പ്രത്യേകിച്ച് വേറൊരു കാര്യം, നല്ല തടിച്ച വെളുത്തുള്ളിയൊക്കെ ആണെങ്കിൽ, കുറച്ച് വലിയ വെളുത്തുള്ളിയൊക്കെ ആണെങ്കിലും വെള്ളത്തിൻ്റെ കണ്ടന്റ് കൂടുതലുണ്ടെങ്കിലും ചിലപ്പോൾ ഇത് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഉപയോഗിക്കണം. ഒരു 10 ഡേയ്സിനുള്ളിൽ തന്നെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ഫെർമെൻറ്റേഷൻ പോലെ നടക്കും. ഇതിൻ്റെ അകത്ത് പൂപ്പൽ ബാധ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഒരു പുളിവെള്ളം പോലെ ആയിപ്പോയി തേൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ അത്ര നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ വെളുത്തുള്ളിയും വെള്ളം കുറവുള്ള, അല്ലെങ്കിൽ നമ്മൾ വാങ്ങിച്ച് വെച്ച് കുറച്ച് കാലം കഴിഞ്ഞ് വെളുത്തുള്ളി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഇങ്ങനെ പറ്റുന്നില്ല ഉണ്ടെങ്കിൽ വെളുത്തുള്ളി നടുവേ കയറിയിട്ട് ഒരു 2-3 ദിവസം വെയിൽ കൊള്ളിച്ചിട്ട് ഡ്രൈ ചെയ്തിട്ട് നമ്മൾ തേനിൽ ഇടുന്നതും വളരെ ഗുണപ്രദമാണ്. അങ്ങനെ ഇടുന്ന ആൾക്കാർക്ക് ഒരു 3 മാസം വരെ
പൂത്തു പോവാതെ ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്ത ആൾക്കാർ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. കഴിക്കുന്നതിന് കുറച്ച് നേരം മുമ്പ് ഒരു 3 വെളുത്തുള്ളിയാണ് ഡെയിലി നമുക്ക് കഴിക്കാൻ പറ്റുന്നത്. അതിൽ കൂടണ്ട. 3 വെളുത്തുള്ളിയും 1 ടീസ്പൂൺ തേനും അത്രയും നമുക്ക് കഴിക്കാം. അപ്പം ഇത് കേടായോ എന്ന് ചോദിക്കും. അപ്പൊ കേടായത് എങ്ങനെയാണെന്ന് അറിയാമെന്ന്. തേൻ നല്ലതല്ലെങ്കിൽ കേടാവും. തേനിൻ്റെ അകത്ത് വെള്ളത്തിന്റെ അംശമോ അല്ലെങ്കിൽ അത് പ്രോസസ്സ് ചെയ്യാത്തതൊക്കെ ആണെങ്കിൽ അത് നമുക്ക് തേന് കേടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു വെള്ള പൂപ്പൽ പോലെ മുകളിൽ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളിയിലെ വെള്ളം ഇറങ്ങിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പുളിച്ച വെള്ളമാവാനും ഫെർമെന്റേഷൻ പോലെ നടക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡ്രൈ ചെയ്തിട്ട് ഇപ്പൊ നമുക്ക് കുറെ കാലത്തെ യൂസിനാണെങ്കിൽ ഡ്രൈ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ പറഞ്ഞ പോലെ വെളുത്തുള്ളി ഒരു ഗ്ലാസ് ജാറിനകത്ത് ഇടുക, അതിന് നേരെ മുകളിൽ വരുന്ന രീതിയിൽ തേൻ ഒഴിക്കുക. അല്ലാതെ അതിനൊരു പ്രത്യേക ക്വാണ്ടിറ്റി ഇല്ല. അപ്പം ഇത്രയുമാണ്. ഇത് വളരെ ശരിക്കും നല്ലൊരു മെഡിസിൻ തന്നെയാണ്. ഇത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒക്കെ വളരെ നല്ലതാണ്, പ്രീമച്വർ ഇജാക്കുലേഷനും. പക്ഷെ കഴിക്കേണ്ട പോലെ കഴിക്കണം. 1-2 ദിവസം കഴിച്ചാൽ ഇതിന് ഗുണം കിട്ടില്ല. നമ്മൾ മിനിമം 1 മന്ത് എങ്കിലും അടുപ്പിച്ച് കഴിച്ചാൽ നമുക്ക് കൊളസ്ട്രോളും BP ഒക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ പോയി ചെക്ക് ചെയ്ത് നോക്കാം, നന്നായിട്ട് കുറഞ്ഞു നിൽക്കും. കൂടെ എക്സസൈസും ഹെൽത്തി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മാറ്റം നിലനിർത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.